ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ എന്തുകൊണ്ടാണ് ഈ ഒരു ലൈഫിൽ പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന്റെ യഥാർത്ഥ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ സാധിക്കാത്ത വണ്ണം ഇത്രത്തോളം അട്രാക്ഷൻ അല്ലെങ്കിൽ ഇത്രത്തോളം പാഷനേറ്റ് ലവ് എന്തുകൊണ്ടാണ് തോന്നുന്നത്, നിങ്ങൾക്ക് ഈ വ്യക്തിയെ എന്തുകൊണ്ട് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല, മനസ്സുകൊണ്ട് വെറുക്കാൻ സാധിക്കുന്നില്ല, ഇപ്പോഴും മനസ്സിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് ഫീലിങ്സ് തോന്നുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക, മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്കൊന്ന് മാറ്റി വെക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കൽ കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ടാറോ കാർഡ്സ് എടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നല്ല പോലെ പ്രാർത്ഥിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഈ ഒരു വ്യക്തിയുടെ എനർജി ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് ലഭിക്കാനും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ട്രൂ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ട്രൂ സിറ്റുവേഷൻ മനസ്സിലാക്കാനും ഈ ഒരു ചോദ്യം, നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാനും നിങ്ങൾക്ക് റീഡിംഗ് റീസണേറ്റ് ആകാനും നല്ല പോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എക്സിസ്റ്റൻസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ദെൻ ദ മാസ്റ്റർ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ന്യൂ വിഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഇന്റഗ്രേഷൻ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യം തന്നെ ഇന്റഗ്രേഷൻ എന്നുള്ളൊരു കാർഡ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇന്റഗ്രേഷൻ എന്നുള്ളൊരു കാർഡ്, ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാർഡിൽ തന്നെ ഒരു സൈൻ കാണിക്കുന്നുണ്ടാകും, ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകാം. സി പോലെ ഇരിക്കുന്ന ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് എനർജി നിങ്ങൾക്ക് അതിന്റെ ഒരു യൂണിയൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു യിൻ ആൻഡ് യാങ് എനർജി, അതായത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒന്നിനെ ഒന്ന് മിറർ സെൽഫ് ചെയ്യുന്നു, ഒന്നിന്റെ നിഴലാണ് മറ്റൊന്ന്, അല്ലെങ്കിൽ ഒന്നിന്റെ ഒരു പൂരകമായിട്ടാണ് നെക്സ്റ്റ് ഒരു സൈൻ ഇവിടെ കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കംപ്ലീഷൻ ആകുന്നുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രണ്ട് സോൾസിന്റെ അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ എലമെന്റ്സിന്റെ ഒരു യൂണിയൻ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു സിമ്പൽ ഇവിടെ കാണുന്നുണ്ട്, യിൻ ആൻഡ് യാങ് സിമ്പൽ. അതായത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ കാർഡാണ്. രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീഷൻ പോസിബിൾ ആകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റീഡിംഗിൽ നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെയും ഒരു എനർജി എനിക്ക് തോന്നുന്നത് ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷനിലുള്ള ആളുകൾ തന്നെയാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള ചില കർമ്മ ബാലൻസ് ചെയ്യാനായിട്ട് കണ്ടുമുട്ടിയ ആളുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം ഈ ഒരു വ്യക്തിയുമായിട്ട് വളരെ ചുരുങ്ങിയ കാലത്തെ ഒരു പരിചയം കൊണ്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് സമയത്തെ ഒരു അടുപ്പം കൊണ്ട്, അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു കാഴ്ചയിൽ പോലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് അട്രാക്ഷൻ, ഒരു മുജ്ജന്മ ബന്ധം അല്ലെങ്കിൽ ഒരു കുറെ കാലമായിട്ട് അടുപ്പമുള്ളത് പോലെ, കുറെ കാലമായിട്ട് ഈ വ്യക്തിയെ അറിയുന്നത് പോലെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടാകാം. അതായത് ചിലപ്പോൾ ഇവരുടെ കണ്ണുകളിൽ ഒരുപാട് നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാകാം. ഇവരുടെ സംസാര രീതി അല്ലെങ്കിൽ ഇവരുടെ ചില ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ ചില രീതികൾ നിങ്ങൾക്ക് മുൻപേ തന്നെ അറിയുന്ന പോലെ ഒരു പുതുമ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകില്ല. ഈ വ്യക്തിയെ നിങ്ങൾക്ക് ആദ്യമേ അറിയാം, എന്തോ ഒരു വലിയൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് തോന്നിയിട്ടുണ്ടാകാം. അത് ഒരു സൈൻ ആണ്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ കർമ്മ ബാലൻസ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ചില കാര്യങ്ങൾ ഇൻകംപ്ലീറ്റഡ് ആയിരുന്നു, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് മുതലുള്ള ഒരു കണക്ഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്ന ചില സിമ്പിൾസ് അല്ലെങ്കിൽ സൂചനകളാണ് ഇങ്ങനെയുള്ള ചില ഫീലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആകുന്ന ഒരു ട്രൂ ഫീലിംഗ് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് തോന്നുന്ന സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു അപ്സൈഡ് ഡൗൺ പോലെ നിങ്ങളുടെ ലൈഫ് മാറി മറിയുന്ന ഒരു കാഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തിയുടെ എൻറ്റർ ആകുമ്പോൾ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേഴ്സന്റെ നഷ്ടമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരുപാട് കാലം
കാരണമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ ഒരു അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതുവരെയും നിങ്ങൾ സക്സസ് ആകാത്ത ചില കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കരിയർ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് വളരെയധികം മോശം അവസ്ഥയിലാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ബെറ്റർ ആകാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നല്ല അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു. അങ്ങനെ ഒരു മാറ്റം, അതായത് പോസിറ്റീവായിട്ടാകാം നെഗറ്റീവായിട്ടാകാം. അതായത് ഞാനീ പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു ദോഷം കൊണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചില നന്മകൾ കൊണ്ടോ ഗുണമോ കൊണ്ടോ അല്ല. പക്ഷേ ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനിലുള്ള ആളുകൾ ലൈഫിലോട്ട് വരുമ്പോൾ ഒരു ചേഞ്ച്, അതായത് ആ ഒരു എനർജി ഈക്വലൈസിങ് ആകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് കണക്ഷൻ തോന്നുമ്പോൾ ലൈഫിൽ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് വരും എന്നതിനെ കാണിക്കുന്ന കാർഡാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഒരു വ്യക്തിക്കും അങ്ങനെ ചില ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ എന്തെങ്കിലും ഒരു മേജർ ചേഞ്ച്, അതായത് ഇതുവരെയും സംഭവിക്കാത്ത ഒരു കാര്യം, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അത് കാരണം നിങ്ങളുടെ ലൈഫ്, ആ ഒരു പേഴ്സന്റെ എൻട്രിക്ക് മുമ്പ് മുതലുള്ള ലൈഫും അത് കഴിഞ്ഞുള്ള ലൈഫും രണ്ടും വേറെ വേറെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അതായത് ചില ആളുകൾക്കൊക്കെ മാരേജ് ഒക്കെ ഫിക്സ് ആയിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഈ വ്യക്തിയുടെ ഒരു കടന്നു വരവ്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പ്രണയം പറയണമെന്നോ നിങ്ങൾ ഈ വ്യക്തിയോട് അടുപ്പമുണ്ടാകണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയ അന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ ചില ടേണിംഗ് പോയിന്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. അതായത് മാരേജ് ഒക്കെ ഫിക്സ് ചെയ്ത ആളുകളാണ്, ഓൾറെഡി നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടോ അത് ബ്രേക്കപ്പ് ആകുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് വരുത്തുന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഓക്കെ, സോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമന്റിൽ എഴുതുക. കാരണം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വളരെ സ്ട്രോങ്ലി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരാള് വളരെയധികം സ്പിരിച്വലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് എക്സിസ്റ്റൻസ് ആൻഡ് ദ മാസ്റ്റർ കാർഡ്, ഒരാൾ വളരെയധികം സ്പിരിച്വലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ മറ്റൊരു പേഴ്സൺ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിലൊക്കെ വിശ്വാസമുണ്ടെങ്കിലും അതിനെ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി ആയിരിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള ആളിന് ഒരുപാട് എക്സ്പീരിയൻസ് നേരിട്ടിട്ടുണ്ടാകാം എന്ന് കാണിക്കുന്നത്. അതായത് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സയൻസ്, ഒരുപാട് എക്സ്പീരിയൻസസ് ഒക്കെ ഈ ഒരു വ്യക്തി നേരിട്ടിട്ടുണ്ടാകാം. ഓക്കെ, സോ ഒരാൾ ആക്റ്റീവ്ലി സ്പിരിച്വലും ഒരാൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫിൽ കിട്ടിയിട്ടുണ്ട് എന്ന തരത്തിൽ മനസ്സിലാകുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നോ അതെന്താണെന്നോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ആ പേഴ്സൺ അറിയില്ലായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ഇനി മുന്നോട്ടേക്ക് സംഭവിക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്, അങ്ങനെയൊക്കെ ചില എക്സ്പീരിയൻസസ്, ചിലപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില എക്സ്പീരിയൻസസ്, ചില സ്പിരിച്വൽ എക്സ്പീരിയൻസസ് നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം, കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. ഓക്കെ, സോ അങ്ങനെ ചില വ്യക്തികളെയോ ചില സിറ്റുവേഷൻസിനെയോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാകാം. അതേപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിട്ട് പോകുന്ന ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പോലെ നിൽക്കുന്ന ഒരു ബന്ധമായിട്ട്. അതായത് നിങ്ങൾ ഈ ബന്ധം ഒഴിവാക്കാം എന്ന് കരുതുന്ന സമയത്ത് വീണ്ടും വളരെയധികം സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യേണ്ടത്, ബ്രേക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും ഈ പേഴ്സന്റെ ചിന്തകളോ ഫീലിങ്സോ അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരു ഒട്ടും തന്നെ നിങ്ങൾ ഒരു സർക്കിൾ പോലെ, ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷൻ പോലെ, അതായത് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുമ്പോൾ അതിനൊരു എൻഡ് ഇല്ലാതെ വീണ്ടും വീണ്ടും അത് ഇങ്ങനെ കണക്ട് ചെയ്ത് വരികയാണ് എന്ന തരത്തിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ, അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഇന്റഗ്രേഷൻ എന്നുള്ളൊരു കാർഡ്. ഒരു പൂർണ്ണത എപ്പോഴും നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വേണം. അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ എപ്പോഴും ഒരാൾ മാത്രമായിട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധം, അത് ഡെഫിനറ്റ്ലി പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള കുറച്ച് മാസ് ബാലൻസ് ആകാനുള്ളത് കൊണ്ട് തന്നെയാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടുന്ന ചില
ടേണിംഗ് പോയിന്റിൽ നിങ്ങൾ മിസ്സായി, അല്ലെങ്കിൽ ഈ പേഴ്സണും നിങ്ങളുമായിട്ട് വളരെയധികം ഒരു സോൾ കണക്ഷൻ ഉണ്ടായിരുന്നു, അതിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സോൾ യൂണിയൻ നിങ്ങൾക്ക് സംഭവിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും ഈ പേഴ്സണെ കണ്ടുമുട്ടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പേഴ്സണെ നിങ്ങളെ കണ്ടുമുട്ടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒരു സ്മൂത്ത് ഗോയിങ് കണക്ഷൻ ആയിരിക്കില്ല. പല പ്രതിസന്ധികളെയും പല നെഗറ്റീവ് സിറ്റുവേഷൻസിനെയും നോ കോണ്ടാക്ട് സിറ്റുവേഷനെയും ഒക്കെ കാണുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. കാരണം ഒരു അൾട്ടിമേറ്റ് സോൾ യൂണിയൻ സംഭവിക്കേണ്ടുന്ന ആ ഒരു സമയത്തിന് മുൻപേ ഒരുപാട് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് വരും. അതിലൊക്കെയും ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണുമായിട്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ സൂക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ആ ഒരു സ്പിരിച്വൽ പവർ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതായിട്ട് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് തന്നെ അതിന് എക്സാമ്പിൾ ആണ്. മാസ്റ്റർ കാർഡ്, അതേപോലെ തന്നെ ന്യൂ വിഷൻ, അതേപോലെ തന്നെ എക്സിസ്റ്റൻസ്, ഈ കാർഡ്സ് ഒക്കെ കാണിച്ചു തരുന്നത് ഈ പേഴ്സന്റെ ലൈഫ് നിങ്ങളുടെ ലൈഫുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ കാണിക്കുന്ന കാർഡ്സ് ആണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും ചില കാര്യങ്ങളുടെ ഫുൾഫിൽമെന്റിന് വേണ്ടി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ കാർമികമായിട്ട് നേരിടേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ടാറോ കാർഡ്സ് എടുത്ത് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് 5 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ പേഴ്സന്റെ ആ ഒരു തോട്ട്, അത് ഇനി എത്ര സമയം നിങ്ങൾ മാറി നിൽക്കുന്ന ആളുകളാണ്, എത്രത്തോളം വർഷമായിട്ട് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ്, കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ രണ്ടുപേരും പിരിഞ്ഞു നിൽക്കുന്നവരാണ് എങ്കിൽ പോലും നിങ്ങൾക്കോ ഈ പേഴ്സണോ നിങ്ങളെയോ ഈ പേഴ്സണെയോ മറക്കാൻ സാധിക്കില്ല. അതൊരു ഫാക്റ്റാണ്. ചിലപ്പോൾ ഡെയിലി എന്നുള്ള രീതിയിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ചും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അത് പരസ്പരം മനസ്സിലാകുന്നുമുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഒരിക്കലും ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് അല്ല, വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മേ ബി രണ്ടുപേരും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ഒരാൾ വളരെ അഗ്രസീവായിട്ട് പെരുമാറുന്ന, വളരെയധികം സ്റ്റബേൺ എനർജി കാണിക്കുന്ന, വളരെ ദേഷ്യം കാണിക്കുന്ന, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ നേച്ചർ ആയിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് ഒരിക്കലും റിലേഷൻഷിപ്പ് പോകുന്നില്ല എന്ന് പോലും തോന്നിയിട്ടുണ്ടാകാം. എന്നിരുന്നാലും രണ്ടുപേർക്കും പിരിയാനും സാധിക്കില്ല എന്ന തരത്തിലാണ് മനസ്സിലാകുന്നത്. ചില കർമാസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിനെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ഒക്കെ നേരിടേണ്ടി വരുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ക്യൂൻ ഓഫ് വൺസിന്റെ എനർജിയാണ്. അതായത് സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ പ്രസന്റ് ആണ്. വളരെയധികം ഒരു ഒബ്സസീവ് എനർജി ഇവിടെ പ്രസന്റ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്പിയറൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മൈൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ് ഒക്കെ ഈ വ്യക്തിക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്ന തരത്തിൽ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകാം. മേ ബി നിങ്ങളുടെ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകാം. ഈ വ്യക്തി ചിലപ്പോൾ അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ സംസാര രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകാം. നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകാം. മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതായത് ഈ പേഴ്സൺ ആദ്യമൊക്കെ വളരെ ഇൻമെച്വർ എനർജി ഷോ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത്. എപ്പോഴും ഒരു ഇമ്മെച്യൂരിറ്റി, അല്ലെങ്കിൽ ഒരു ചൈൽഡിഷ് നേച്ചർ കാണിക്കും, അല്ലെങ്കിൽ ഒരു സീരിയസ് അപ്രോച്ച് കാണിക്കില്ല. എപ്പോഴും ഒരു ഇൻസ്റ്റെബിലിറ്റി ആണ്. ഈ പേഴ്സണ് തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് മെന്റാലിറ്റി ആണ്. എന്ത് ചെയ്യണം, എങ്ങനെ ആക്ഷൻ എടുക്കണം, എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാത്ത ഒരു വ്യക്തിയായിട്ട് മനസ്സിലാകുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് വരും, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് ഈ വ്യക്തി മാറും. ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തിയിൽ ഉണ്ടാകും. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോയിട്ട് മാത്രമേ യൂണിയനിലോട്ട് വരികയുള്ളൂ. മേ ബി അത് കുറച്ചു പേർക്കൊക്കെ പെട്ടെന്ന് തന്നെ സംഭവിക്കാം. പക്ഷെ കുറച്ചു പേർക്കൊക്കെ വളരെയധികം പ്രയാസങ്ങളെ, വളരെയധികം കഷ്ടപ്പാട്, അല്ലെങ്കിൽ വളരെയധികം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു സെറ്റിൽമെന്റ് എനർജി, അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒരു കംപ്ലീഷൻ എനർജിയിലോട്ട് വരാൻ സാധിക്കുക. പക്ഷെ അതുവരെയും നിങ്ങൾ എത്ര അകന്നാലും, എത്ര നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റിൽ നിന്നാലും പരസ്പരം കണ്ടുമുട്ടി, അല്ലെങ്കിൽ പരസ്പരം ആ ഒരു ഫീലിങ്സ് എപ്പോഴും നിലനിൽക്കും, അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു അട്രാക്ഷന് ഒരു കുറവും വരില്ല എന്ന തരത്തിൽ
കാണിക്കുന്നുണ്ട്. അതായത് ഇനി എന്തൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം ഫൈറ്റ്സോ അല്ലെങ്കിൽ വളരെയധികം വേദനയോ വിഷമങ്ങളോ എന്ത് പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, പക്ഷേ ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ബന്ധം ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഒരിക്കലും മാറി നിൽക്കാൻ, ഒരുപാട് കാലത്തേക്ക് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ആരെ കൊണ്ടും മാറ്റി നിർത്താൻ സാധിക്കാത്ത വണ്ണം യൂണിയനിലോട്ട് വരുന്ന ഒരു എനർജിയാണ്. ഒരു കംപ്ലീഷൻ വേണം എങ്കിൽ മാത്രമേ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എനിക്ക് കിട്ടുന്ന കുറച്ച് നമ്പേഴ്സ് ഞാൻ പറയാം. ആദ്യം തന്നെ ഇവിടെ 222 നമ്പർ നിങ്ങൾക്ക് വളരെയധികം റെഗുലർലി നിങ്ങൾ കാണുന്ന ഒരു നമ്പർ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകാം. 3, അതേപോലെ തന്നെ 13, 15, 25, 11, 26, 27, 57, 43, 38 and 12. ഓക്കെ, സോ ഈ നമ്പേഴ്സ് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്തോ ഏജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസമോ ഇതിലുണ്ടാകാം, ഡേറ്റ്സ് ഉണ്ടാകാം. മേ ബി ആനിവേഴ്സറി, വെഡ്ഡിങ് അല്ലെങ്കിൽ ലവ് ആനിവേഴ്സറി, അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ്, പ്രത്യേകതയുള്ള ഒരു ദിവസം ഇതിൽ പെടാം. അതേപോലെ തന്നെ മേ ബി നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു ദിവസം പോലും ആകാം ഈ ഒരു നമ്പേഴ്സിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് പാസ്റ്റ് ലൈഫ് കണക്ഷന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണ് എന്ന തരത്തിലാണ് ഇവിടെ മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്കിവിടെ കാർഡ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രോങ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ അതിനുവേണ്ടി നല്ലപോലെ മനസ്സിരുത്തി വളരെ പോസിറ്റീവായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടും മാനിഫെസ്റ്റ് ചെയ്ത് അത് റീറൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കമൻ്റായിട്ട് എഴുതാം. കാരണം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ ഡീപ്പായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ്. നിങ്ങൾ വളരെ സ്ട്രോങ്ലി അത് അട്രാക്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് താങ്ക് യു മെസ്സേജസ് എഴുതാം. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് റിസീവ് ആകുന്നത്, ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അതിന് നന്ദി പറയാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഈശ്വരനോട് നിങ്ങൾ നന്ദി പറയുക. തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ അത് കാരണമാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് റീയൂണിയൻ ആഗ്രഹിക്കുന്നു, ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ നല്ല പോലെ അങ്ങോളം നിങ്ങളുടെ ഫ്യൂച്ചറിലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകണം. നിങ്ങൾ ഒരിക്കലും പിരിയരുത്. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിനെ സംബന്ധിക്കുന്ന കാര്യമാകട്ടെ, എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, നല്ലപോലെ പ്രാർത്ഥിക്കാം. പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസിന് എപ്പോഴും റിസൾട്ട് കാണും. ചില ആളുകൾക്ക് പെട്ടെന്ന് ലഭിക്കാം, ചില ആളുകൾക്ക് കുറച്ച് ടൈം എടുത്തേക്കാം. കാരണം നമുക്ക് നമ്മുടെ ലൈഫിലുള്ള കർമ്മ കൂടി ബാലൻസ് ആകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യായമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ താങ്ക് യു മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് എഴുതാം. അത് കൂടുതൽ കൂടുതൽ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നൽകും. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഈശ്വരന്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. May God bless you all. Hare Krishna.